ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് കഥകളി ഗ്രാമം പുതിയ കഥകളി കഥയുമായി രംഗത്ത്. പാലക്കാട് മോയൻ സ്കൂളിൽ ചൊല്ലിയാട്ടം നടന്നു. ഉദയ എസ് ദാസ് ചാലക്കുടത്തുമന രചിച്ച ആട്ടക്കഥ സീതായനം കഥയാണ് അവതരിപ്പിച്ചത്. കലാമണ്ഡലം വെങ്കിട്ടരാമൻ ആശയം നൽകി. വൈഗാ ബാബു സീതയായി രംഗത്ത് വന്നു. ദേവിക മണികണ്ഠൻ, ജയ ചൈതന്യ എന്നിവരും പങ്കെടുത്തു. സദനം ജ്യോതിഷ് ബാബുവും ആദിത്യൻ പിഷാരടിയും സംഗീതം നൽകി. സദനം രാമകൃഷ്ണൻ ഇടയ്ക്കയും രതീഷ് മദ്ദളവും അവതരിപ്പിച്ചു. ഭാരതീയ സംസ്കാരത്തിന്റെ കരുത്തുറ്റ പ്രതീകങ്ങളാണെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ഈ വർഷത്തെ വനിതാ ദിനത്തിലൂടെ കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം. ശ്രീരാമ പട്ടാഭിഷേകാനന്തരം ഒത്തുകൂടുന്ന സീതയും ഊർമിളയും മാണ്ഡവിയും ശ്രുതകീർത്തിയും പൂർവകാല കഥകൾ ഓർമ്മിക്കുന്നതാണ് ഈ ആട്ടക്കഥയുടെ പ്രധാന പ്രമേയം. ചൊല്ലിയാട്ടം കർഷകശ്രീ അവാർഡ് ജേതാവ് ഭുവനേശ്വരി അമ്മ ഉദ്ഘാടനം ചെയ്തു. കേരള സാഹിത്യ അക്കാദമി അംഗം അപ്പുക്കുട്ടൻ സ്വരലയം പങ്കെടുത്തു. ഇന്ന് ദേശീയ വനിതാ ദിനമാണ്. കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വർഷം തോറും ദേശീയ വനിതാ ദിനത്തിൽ കഥകളിയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥകളുടെ ഒരു രംഗാവതരണം നടത്താൻ പതിവുണ്ട്. ഈ വർഷം സീതായനം എന്ന ആട്ടക്കഥയാണ് അരങ്ങേറ്റുന്നത്. തികച്ചും ഇത് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 4 വനിതാരത്നങ്ങൾ രാമായണത്തിലുണ്ട്. അവരുടെ ജീവിതത്തിലെ കഠിന പരീക്ഷണങ്ങളും അവരുടെ യാത്രകളും അവരുടെ മാനസിക സംഘർഷങ്ങളും നിറഞ്ഞ ഒരു 14 വർഷക്കാലമുണ്ട്. ആ 14 വർഷക്കാലത്തെ അവരുടെ അനുഭവങ്ങൾ അവൾ ഒരുമിച്ചിരുന്ന്, അതായത് രാമായണത്തിലെ പട്ടാഭിഷേകം കാലശേഷം സംസാരിക്കുന്ന ഒരു പ്രമേയമായിട്ടാണ് ഇതിന്റെ അവതരണം. UTV ന്യൂസ്, പാലക്കാട്.